ചെറിയൊരു പോർഷൻ നമുക്ക് എഴുതാം. ചെറിയൊരു പോർഷൻ അതിങ്ങനെയാണ്. എബ്രായ ലേഖനം ഒരു ലേഖനം എന്നതിനേക്കാൾ ഒരു പ്രസംഗമാണ്. ഒരു ലേഖനം എന്നതിനേക്കാൾ ഒരു പ്രസംഗമാണ്. പ്രബോധന വാക്യവും എന്നാണ് എഴുത്തുകാരൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 13-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 13-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? പതിമൂന്നാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. സഹോദരന്മാരെ, ഈ പ്രബോധന വാക്യം പൊറുത്തുകൊള്ളുവിൻ എന്ന് അപേക്ഷിക്കുന്നു. ചുരുക്കമായിട്ടല്ലോ ഞാൻ എഴുതിയിരിക്കുന്നത്. 13-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ അവിടെ താൻ തുടങ്ങുന്നത് തന്നെ എന്ത് ചന്തമായിട്ടല്ലേ? സഹോദരന്മാരെ, ഈ പ്രബോധന വാക്യം നോക്കിക്കേ. അപ്പൊ ഈ പുസ്തകത്തിന്റെ ഏറ്റവും കൂടുതൽ ഇത് 3 പാർട്ടായി തിരിക്കുമ്പോൾ തന്നെ മറ്റ് ഇതര ലേഖനത്തെക്കാൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് എബ്രായ ലേഖനം. ഇത് പൗലോസ് തുടങ്ങുമ്പോൾ തന്നെ പല ഭാഗത്ത് സഹോദരന്മാരെ എന്ന് വിളിക്കുമ്പോ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വാക്ക് ഇതാണ്. അതിന്റെ 21-ഉം 23-ഉം കൂടെ ഒന്ന് വായിച്ചേ. നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. സഹോദരനായ തിമത്തിയോസ് തടവിൽ നിന്ന് ഇറങ്ങി എന്നറിവിൻ. അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി നിങ്ങളെ വന്നു കാണും. ആമേൻ. ഒന്ന്, നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാറ്റിലും. അപ്പൊ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ചെയ്യാൻ വേണ്ടിയാണ്. 23-ാമത്തെ വാക്യം പറയുന്നത്, സഹോദരനായ തീമത്തിയോസ് തടവിൽ നിന്ന് ഇറങ്ങി എന്ന് അറിവിൻ. അവൻ വേഗത്തിൽ വന്നാൽ അവനുമായി നിങ്ങളെ വന്ന് കാണും. എത്ര പ്രത്യാശയോടെയാണ് പൗലോസ് ആ വാക്കുകൾ പറയണമെന്നറിയാമോ? ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ്. ഈ കാലഘട്ടങ്ങളില് നമ്മൾ കേൾക്കാത്ത വാക്കുകളാണ് പൗലോസിന്റെ ഓരോ വാക്കുകളും. പ്രൈസ് ദി ലോർഡ്. ഇത് 3 തിരിക്കണമല്ലോ. എന്നാൽ 1-ാമത്തെ ഭാഗം നമുക്ക് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. എഴുതിയല്ലോ, നേരത്തെ എഴുതിയല്ലോ. ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ബ്രാക്കറ്റില് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. ഭാഗം 1. ഭാഗം 1. യേശു ശക്തിയുള്ള ദൈവപുത്രൻ. യേശു
ശക്തിയുള്ള ദൈവപുത്രൻ. 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 3-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്ന അവനെ താൻ സകലത്തിൽ നിന്നും അവകാശിയാക്കി വച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. 1-ാമത്തെ പാർട്ടില് കർത്താവിനെ പറഞ്ഞിരിക്കുന്നത്, യേശുവിനെ പറഞ്ഞിരിക്കുന്നത്, യേശു ശക്തിയുള്ള ദൈവപുത്രൻ എന്ന് ഇവിടെ ലേഖനകർത്താവായിരിക്കുന്ന പൗലൂസ് വിളിച്ചു പറയുകയാണ്. ബ്രാക്കറ്റിലെ എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 3-ാമത്തെ വാക്യം വരെ. അതോട് ചേർന്ന് എന്ന നിലയിൽ യേശുവിനെ മനുഷ്യവർക്കത്തോടുള്ള ദൈവത്തിന്റെ സമ്പൂർണത വെളിപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. അവൻ പ്രവാചകന്മാരെക്കാൾ ഒന്നിന്റെ 1 മുതൽ 3 വരെ. അടുത്ത് ദൂതന്മാരെക്കാൾ. കണ്ടോ, എബ്രായ ലേഖന കർത്താവ് എഴുതിയിരിക്കുന്നത് കണ്ടോ? കർത്താവിനെ നമ്മൾ എങ്ങനെ നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്നു? എങ്ങനെയാണ് നമ്മളെ കർത്താവിനെ ഉൾക്കൊള്ളുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ പ്രവാചകന്മാരെക്കാൾ, അടുത്ത് പറയുന്നത് ദൂതന്മാരെക്കാൾ. 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം, 2-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം, 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം, 2-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, മോശയേക്കാൾ 3-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 6 വരെ ഒന്ന് വായിക്കാമോ? 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, അവൻ ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയാകേണ്ടതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠമായിരിക്കുകയും ചെയ്തു. നോക്കിക്കേ, 2-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 18-ാമത്തെ വാക്യം കൊടുത്ത് വായിച്ചു, 2:18. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. കണ്ടോ? അപ്പൊ ഈ കർത്താവ് ആരാ? കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവൻ, കഴിവ് കെട്ടവനല്ല. ഈ കർത്താവ് ആരെന്നറിയാമോ? കഴിവുള്ള ദൈവമാണ്, സഹായിപ്പാൻ. നമ്മൾ കേട്ട് മറന്ന ഒരു അധ്യായമുണ്ട്, എന്നറിയാമോ? നമ്മൾ കേട്ട് മറന്നൊരു അധ്യായം പ്രവാചകന്മാരുടെ പുസ്തകത്തില് യെശയ്യാ 59 എന്താ പറയുന്നത്? രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം അവന്റെ കൈ കുറുകിപ്പോയില്ല. ഇന്നത് കേൾക്കാനില്ലല്ലോ. ആമേൻ. രക്ഷിപ്പാൻ കഴിയാതിരിക്കേണ്ടതിന് അവന്റെ കൈ എന്ത് ചെയ്തിട്ടില്ല? കുറുകിപ്പോയിട്ടില്ല. 2, ആമേൻ. അടുത്തെന്താ പറഞ്ഞത്? അടുത്തെന്താ? ആ വാക്യം ഒന്ന് വായിച്ചേ.
ആ ഒരു വാക്യം ഒന്ന് വായിച്ചേ. ആമേൻ. സ്തോത്രം. കേൾക്കാതിരിക്കേണ്ടതിന് അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ലെന്നും. അടുത്ത് 59 കണ്ടോ, രക്ഷിപ്പാൻ കഴിയാത്ത വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാത്ത വണ്ണം അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. അപ്പൊ നോക്കിയേ, അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ കർത്താവ് ആരാ? സഹായിക്കുന്ന ദൈവമാണ്. സ്തോത്രം. സഹായത്തിനുള്ള ദൈവം മാത്രമാണ് നമ്മുടെ കർത്താവ്. അനേകർക്ക് കഴിയാതിരിക്കുമ്പോൾ സഹായിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അവർക്കൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലത്ത് ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവമാണ്. സ്തോത്രം. പലപ്പോഴും നമ്മളെല്ലാം ഒറ്റയ്ക്കാ പുറത്തിറങ്ങി പോകുന്നല്ലേ. പല രാത്രികളിലായിരിക്കാം, പകലായിരിക്കാം, ചിലപ്പോൾ വീടുകളിൽ ഒറ്റയ്ക്കായിരിക്കുന്നത്. എല്ലാവർക്കും ധൈര്യം ഉണ്ടാകണമെന്നില്ല. പക്ഷെ അവിടെയും നമ്മെ വിടുവിപ്പാൻ, നമ്മെ സഹായിപ്പാൻ ദൈവം അവിടെ ഇറങ്ങി വരും. പൈസലോ. അപ്പൊ നോക്കിയേ, അത്ര ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ നടുവിൽ ഇന്ന് രാത്രി ഇറങ്ങി നിൽക്കുന്നത്. സ്തോത്രം. എന്താ ഇവിടെ ആരാ പറഞ്ഞിരിക്കുന്നത്? ആരെന്നാ പറഞ്ഞിരിക്കുന്നത്? മോശയേക്കാൾ അല്ലെ. അവൻ ആരേക്കാൾ? മോശയേക്കാൾ. അപ്പോ പഴയ നിയമത്തിലെ ഏറ്റവും ശക്തനായ ഒരു വ്യക്തിയായിരുന്നു മോശ. എത്ര പേരെ കൊണ്ടുവന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 ലക്ഷം. അതിനേക്കാൾ ശക്തനായ ഒരു മനുഷ്യനെ എബ്രായ ലേഖനത്തിനകത്ത് ലേഖനകർത്താവായിരിക്കുന്ന പൗലൂസ് വിളിച്ചു പറയുക. നോക്കിക്കേ ആ വാക്യം, 3-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 6 വരെ. ഒന്ന് വായിക്കാം. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. കണ്ടോ, അവിടെ 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 ഒന്ന് നിർത്തണേ പ്ലീസ്, ഒന്ന് നിർത്തണേ. അവിടെ എന്താ വായിച്ചതെന്നറിയാമോ? മഹാപുരോഹിതനായിരിക്കുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ശകലം പോലും ശ്രദ്ധ മാറ്റരുത്. ശ്രദ്ധ മാറ്റിയാൽ ആമേൻ തന്റെ ഭക്തനായ പത്രോസ് കണ്ടതുപോലെ ഇതുവരെ കാണാത്ത, ഒരു മനുഷ്യനും കാണാത്ത ഒന്നാണ് കാറ്റ്. അപ്പൊ യേശുവിനെ കർത്താവ് ആരെന്നറിയാമോ? മഹാപുരോഹിതനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ഇന്ന് രാത്രി ഈ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടാൻ വന്നിട്ടുണ്ടോ? എന്തെങ്കിലും തരാതിരുന്നോ ദൈവം? ശ്രദ്ധിച്ചു നോക്കിയവർക്ക് എന്തെങ്കിലും. പ്രൈസ് ദി ലോർഡ്. അപ്പോ ശ്രദ്ധിച്ചു നോക്കുന്നവർക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ഥലം പോരാതെ വണ്ണം എന്ത് ചെയ്യും? അനുഗ്രഹിക്കുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെയാ. എപ്പോഴും കർത്താവൻ നോക്കിക്കൊണ്ടേയിരിക്കണം. അതിന് യഥാർത്ഥമായ ഒരു വ്യക്തിയാണ് നമ്മുടെ അബ്രഹാം. അബ്രഹാമിന് തലമുറ കിട്ടുന്നത് വരെയും അബ്രഹാം എന്ത് ചെയ്തു? യാഗങ്ങൾ കഴിക്കുമായിരുന്നു, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ധ്യാനിക്കുമായിരുന്നു. പക്ഷെ കുഞ്ഞിനെ കിട്ടിയപ്പോ കർത്താവിനൊരു സംശയം തോന്നി. ഇവൻ എന്നിൽ നകന്ന് മാറുന്നുണ്ടോ? നന്മ കിട്ടിയപ്പോ മാറിപ്പോകുന്നുണ്ടോ? എന്നെ ആരാധിക്കുന്നുണ്ടോ എന്നൊരു സംശയം കർത്താവിന് വന്നു. അങ്ങനെയാണ് അബ്രഹാമിനോട് പറഞ്ഞ ഒറ്റ കാര്യം, നീ നിന്റെ ഏകജാതനായ മകനുമായി എന്ത് ചെയ്യണം? യാഗം കഴിക്കണം. പ്രൈസ് ദി ലോർഡ്. അവനെ യാഗം കഴിക്കാൻ ദൈവം പറഞ്ഞു. അവിടെ നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ കാണുന്ന ഇങ്ങനെയാണ്, അബ്രഹാം അതിനും എന്ത് ചെയ്തിട്ടില്ല? മാറി നിന്നില്ല. കാരണം അപ്പോഴാണ് ദൈവത്തിന് മനസ്സിലായത്, ഇവൻ എന്നെ മാത്രം ശ്രദ്ധിച്ചു നോക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ മകനല്ല പ്രശ്നം, അവന് പ്രശ്നം കർത്താവാണ്. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കൂ. എപ്പോഴും നമ്മൾ ദൈവത്തിന് ഇടം കൊടുക്കുമെങ്കിൽ ആമേൻ, ദൈവം വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഉറപ്പായ കാര്യമാണ്. നമ്മൾ ദൈവത്തിന് എത്രത്തോളം നമ്മൾ മഹത്വം കൊടുക്കുമോ അത്രത്തോളം ദൈവം നമ്മെ സ്നേഹിപ്പാൻ സർവശക്തനാണ്. ആമേൻ. ഇവിടെ ഇങ്ങനെ വായിച്ചത്, ആമേൻ, അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും. അടുത്ത വാക്യം, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ ആമേൻ യേശുവും ആമേൻ തന്നെ ആമേൻ നിയമിച്ചവന് വിശ്വസ്തൻ ആകുന്നു. നോക്കിക്കേ, യേശുവിനെ നിയമിച്ചതാണെന്നറിയാമോ?
പിതാവായ ദൈവം. അപ്പൊ അവിടെ എന്തായിരുന്നു? വിശ്വസ്തനായിരുന്നു. യേശു വിശ്വസ്തനായത് കൊണ്ടാണ് കർത്താവ് അനേക കല്ലറകൾ അടഞ്ഞു കിടന്നപ്പോ യേശുവിന്റെ കല്ലറ തുറന്ന് പുറത്തെടുത്തത്. ആമേൻ. ഒരു വാക്കൊന്ന് കൽപ്പിച്ചെങ്കിൽ അടിക്കാൻ വന്നവരെയും പിടിച്ച് കെട്ടാൻ വന്നവരെല്ലാം കരിഞ്ഞു പോയനെ. പക്ഷെ അവിടെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി അപ്പോഴും യേശുവിന്റെ ശ്രദ്ധ എവിടെയായിരുന്നു അറിയാമോ? പിതാവിന്റെ കണ്ണുകളിലേക്കായിരുന്നു. ഇന്ന് പകലിൽ രാത്രി മറന്നു പോകരുത്. ആമേൻ. നമ്മുടെ കണ്ണുകൾ എവിടെ ഇരിക്കണം എന്നറിയാമോ? പിതാവിന്റെ കണ്ണുകളുമായി എപ്പോഴും കോർത്തിരിക്കണം. അതാണ് സങ്കീർത്തന പ്രമാണി പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആമേൻ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, നമ്മുടെ കണ്ണുകൾ കർത്താവിന്റെ കണ്ണുകളുമായി ഒന്ന് കോർത്തിണക്കാൻ കഴിയുമെങ്കിൽ, ഇവിടെ പറയുന്നത് മഹാപുരോഹിതനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും. ഇന്ന് രാത്രി ശ്രദ്ധിച്ചു നോക്കാം, നമുക്ക് തയ്യാറാകാം. 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആ 3-ാമത്തെ വാക്യം വായിച്ചേ. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. ആമേൻ. യേശു, ആമേൻ, സ്തോത്രം, മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യൻ എന്ന് എണ്ണിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ആരാധിക്കേണ്ടത് മോശയെയാണോ യേശുവിനെയാണോ? സ്തോത്രം. നമ്മൾ യേശുവിനെ ആരാധിക്കുന്നു. പിതാവായ ദൈവം മോശയെ ആ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചെന്ന് നമുക്കറിയാം. ആമേൻ. ഇന്ന് മരിച്ചു മൺമറയുന്നവരുടെ ഫോട്ടോ എടുത്തു വച്ച് പൂമാല ഇടുന്നവരുണ്ട്. ആമേൻ. മനുഷ്യരെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഈ വചനം മറന്നു പോരുത്. മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യൻ ആരെന്നറിയാമോ? ഞാനും നിങ്ങളും സേവിക്കുന്ന യേശു കർത്താവാണ്. ആമേൻ. യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, 1 മുതൽ നമ്മൾ ആമേൻ 3:1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത 4-ാമത്തെ വാക്യം വായിച്ചേ. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം, സർവവും ചമച്ചവൻ ദൈവം തന്നെ. ഏത് ഭവനം ചമപ്പാനും ഒരാൾ വേണം, സർവവും ചമപ്പാൻ ദൈവം തന്നെ. അപ്പൊ ഏത് ഭവനം, നമുക്കറിയാം ആള് താമസമുള്ള ഭവനം അറിയാം. ആള് താമസമുള്ള ഭവനത്തിൽ ഭയങ്കര നീറ്റായിരിക്കും. ആമേൻ. മാറാലയോ അതോ ഇതോ ചപ്പോ ചവറോ ഒന്നും വീട്ടിനകത്തില്ല, അത് എപ്പോഴും ക്ലീൻ ആക്കിയിട്ടിരിക്കും. പക്ഷെ ഒരു 3 മാസം ആ വീട് പൂട്ടിയിട്ടിരുന്ന ആൾ ഗതിയാലെ ചോദിക്കും. ആമേൻ. തിരിച്ച് നമ്മൾ അവിടേക്ക് കയറി വരുമ്പോ, ആ വീട്ടിനകത്തോട്ട് കയറി വരുമ്പോ കയറാൻ കഴിയില്ല. അത്രമേൽ ചിലതൊക്കെ അധികാരം സ്ഥാപിക്കും. ചിലത് അതിനകത്ത് നമ്മൾ വീട് പൂട്ടിയിട്ടിട്ട് പോയെങ്കിലും നമ്മൾ പോലും വാതിൽ തുറന്നു കൊടുക്കാതെ ചിലത് അതിനകത്ത് കയറി അധികാരം സ്ഥാപിക്കും. എന്താ? പൂട്ടിയിട്ടിരിക്കുക. ആമേൻ. പ്രാർത്ഥനയില്ലാത്ത വീട് ഇത് തന്നെയാണ്. അതെവിടെ ഏതാ ഉദ്ദേശിക്കുന്നത് അറിയാമോ? കർത്താവ് തന്റെ ജനത്തെ മെനഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞു. സ്തോത്രം. ആമേൻ. നിങ്ങൾ താന്താങ്ങൾക്കുള്ളവർ അല്ല. സ്തോത്രം. ആദ്യം മനസ്സിലാക്കണം, നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ ദൈവം നമ്മെ സൃഷ്ടിച്ചതാണ്. പ്രാർത്ഥന കുറഞ്ഞു, വചനധ്യാനം കുറഞ്ഞു, ദൈവത്തിന്റെ മുമ്പിൽ പലപ്പോഴും വരുവാൻ കഴിയുന്നില്ല. ആമേൻ. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാലേ ഇതുപോലെയാ. ചിലതൊക്കെ അടഞ്ഞു കിടക്കുക. അതിന് തുറക്കാൻ ഈ നാളുകൾ നമ്മൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 5ഉം 6ഉം കൂടെ നമ്മൾ വായിക്കുമ്പോ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവന്റെ ഭവനത്തിനൊക്കെയും മോശെ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ക്രിസ്ത്യനായിട്ടത്രേ. ക്രിസ്തുവോ വായിച്ചോളൂ. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനം ആകുന്നു. പ്രൈസ് ദി ലോർഡ്.
ആ വാക്യം നിങ്ങൾ മറന്നുപോയത്. നാം തന്നെ കർത്താവിന്റെ ഭവനം. അപ്പൊ എവിടെയാ ക്ലീൻ ആകേണ്ടത്? നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ശരീരം ക്ലീൻ ആകണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായി പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യം. ആമേൻ. നോക്കിയേ, പ്രത്യാശയ്ക്ക് എന്തുണ്ട് ഉണ്ടാവും അറിയാമോ? ഒരു ധൈര്യം ഉണ്ടാവും. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവന്റെ ഭവനം ആകുന്നു. ആരുടെ ഭവനം? കർത്താവിന്റെ ഭവനമാണ് ഈ ആമേൻ നമ്മുടെ ശരീരം. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഞാൻ ഒരു വ്യക്തിയോട് ഇങ്ങനെ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഈ ശരീരത്തിനകത്ത് അല്ലെങ്കിൽ ശരീരത്തിന് പുറത്ത് എന്തെല്ലാം ദൈവം ഒരു മനുഷ്യന് കാണാൻ ആമേൻ ആ അതിൻ്റെതായ നിലയിൽ സൃഷ്ടിച്ച് ഒരു മനുഷ്യന് സ്കാനിംഗ് ഒന്നും ചെയ്യാതെ കാണാൻ കഴിയുന്നതാണ് നമ്മുടെ പുറത്തുള്ള ആ കൈ, കാല്, കണ്ണ്, മൂക്ക്, ഇതൊക്കെ. എന്നാൽ പ്രത്യക്ഷത്തിൽ നോക്കാൻ കഴിയാതെ കാണാൻ കഴിയാത്തത് ഇതിനെല്ലാത്തിന്റെയും പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ദൈവമാണ്. സോറി, അതിന്റെ പിന്നാലെ ആമേൻ ഒരു മനുഷ്യൻ പാഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഭവനത്തിനകത്ത് കർത്താവ് ഇല്ലെന്നാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഈ ഭവനത്തിനകത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ സകല അധികാരവും കർത്താവിന് തന്നെയാണ്, വേറെ ആർക്കുമല്ല. സർവ്വ അധികാരി ദൈവം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ രാത്രി നിങ്ങൾ ആ വാക്യം, 6-ാമത്തെ വാക്യം നിങ്ങൾ മറന്നു പോകരുത്. ആമേൻ. മുറുകെ പിടിച്ചത് കൊണ്ടതിനാൽ നോക്കിക്കേ, നാം തന്നെ അവന്റെ ഭവനമാകുന്നു. നമ്മൾ ചിലതൊക്കെ മുറുകെ പിടിക്കണം കേട്ടോ. ചിലതൊക്കെ കർത്താവ് നമുക്ക് തരുന്ന സമയങ്ങളിൽ വചനത്തെ നമ്മൾ മുറുകെ പിടിച്ച് മുമ്പിലോട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷത്തിൽ ഒന്നും കാണാൻ കഴിയും. എല്ലാം ബ്ലാങ്ക് ആയിരിക്കും. എന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. എല്ലാം ബ്ലാങ്കാ, ഒന്നും കാണത്തില്ല. എന്തൊക്കെ വിതച്ചാലും ചിലപ്പോഴൊക്കെ ചില സമയങ്ങളിൽ ഒന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല. പക്ഷേ അതിനപ്പുറം ദൈവം നമുക്ക് വച്ചിരിക്കുന്ന ചില നന്മകളുണ്ട്. അതാർക്കും എടുത്തു മാറ്റാൻ കഴിയത്തില്ല. ഇന്ന് നമ്മൾ വിതയ്ക്കുന്നതെല്ലാം ഒരു നാൾ നമ്മൾ തന്നെ അത് കൊയ്തെടുക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്വന്തം പറവകൾ കുത്തിപ്പറയിക്കൊണ്ട് പോട്ടെ, പറവകൾ കൊണ്ടുപോകട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയാം, ദൈവം നമുക്ക് എന്തെങ്കിലും തന്നാൽ അത് നമ്മുടെ സ്വന്തമല്ല കേട്ടോ, നമ്മുടെ കർത്താവ് നമുക്ക് തരുന്നതാണ്. അത് ആർക്കും എടുത്തു മാറ്റാനും കഴിയില്ല. ഈ ലോകത്തിൽ ആർക്കും എടുത്തു മാറ്റാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിക്കും എടുത്തു മാറ്റാൻ കഴിയാത്തതാണ് ദൈവം തരുന്നത്. ആമേൻ. അതെന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ദൈവം ഉത്തരവാദിയല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നഷ്ടപ്പെടുത്തരുത്. ദൈവം തരുന്നത് ഒന്നും നഷ്ടപ്പെടുത്തരുത്. പ്രൈസ് ദി ലോർഡ്. അതൊരു കൃപാപരമായിരിക്കട്ടെ, പ്രാർത്ഥിക്കാനുള്ളതായിരിക്കട്ടെ, ബൈബിൾ വായിക്കാനായിരിക്കട്ടെ, പ്രവചിക്കാനായിരിക്കട്ടെ, വെളിപ്പാട് കാണാനായിരിക്കട്ടെ, സ്വപ്നം കാണാൻ വേണ്ടി ആയിരിക്കട്ടെ. ദൈവം എന്താണ് നമുക്ക് കൃപ തരുന്നത്? ദൈവം ഗിഫ്റ്റായിട്ട് തരുന്നത്. ആമേൻ. ഒരു താലന്ത് കിട്ടിയവനെ പോലെ ആകരുത്. ചിലപ്പോൾ നമുക്ക് തരുന്ന ഗിഫ്റ്റ് ആമേൻ ചെറുതായിരിക്കാം. അതിൽ നമ്മൾ വിശ്വസ്തനാണെങ്കിൽ ദൈവം നമ്മെ ഉയർത്തുന്ന ഒരു സമയമുണ്ട് പ്രിയരെ. ആമേൻ. കർത്താവ് നമ്മെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഉറപ്പായിട്ടും ദൈവം നമ്മെ ഉയർത്തും. അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? അവന്റെ ബലമുള്ള കൈക്കീഴിൽ എന്ത് ചെയ്യണം? താണിരിക്കണം. ഇരുന്നാൽ ദൈവം നമ്മെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ഹോട്ടലിലേക്ക് ഞാൻ കയറി വന്നപ്പോ ആദ്യം കണ്ടതാണ് ഇവിടുത്തെ ബൈബിള്. ഈ ഹോട്ടലിനകത്തിരിക്കുന്ന ബൈബിള് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ് 3 ടൈപ്പ് ബൈബിൾ ഇതിനകത്തിരിപ്പുണ്ട്. വേണമെങ്കിൽ കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ വായിച്ചു വെച്ചിട്ട് പോകാം. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? എവിടെയും ഇത് കയറിപ്പറ്റി. എല്ലാ ഹോട്ടലിലും എല്ലായിടത്തും ഈ സാധനം കയറിപ്പറ്റി. കാരണം അവൻ മരിക്കുന്നതിന് മുൻപായിരിക്കും ചിലപ്പോൾ ഈ റൂം എടുക്കുന്നത്. ആ മരിക്കുന്നതിന് മുമ്പ് അവ ഒന്ന് വായിച്ചിട്ട് ചാവട്ടെ. ശ്വാസം ഇതിനകത്ത് വല്ലതും അവന്റെ കണ്ണിൽ ഉടക്കുന്നെങ്കിലോ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നോക്കേണ്ടത് യേശുവിനെയാണ്, മനുഷ്യനെ അല്ല. അവൻ നാളെ നമ്മെ ചിലപ്പോ മാറ്റി നിർത്തിക്കളയും. പക്ഷെ ദൈവത്തെ നോക്കിയാൽ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. സ്തോത്രം. ആമേൻ. നമ്മൾ എഴുതിയത് ഇങ്ങനെയാണ്: മോശയേക്കാൾ ബ്രാക്കറ്റിൽ എബ്രായ ലേഖനം 3:1 മുതൽ 6 വരെ. അടുത്ത് യോശുവേക്കാൾ
യോശുവേക്കാൾ 4-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെ. 4-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെ. 1, 2, 3 വാക്യം ഒന്ന് വായിക്കാമോ? സ്തോത്രം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. കണ്ടോ അവരെ കണ്ടോ 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 ആമേൻ. അത് ലഭിക്കാതെ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ആമേൻ. ഭയപ്പെടുക. ആരെ ഭയക്കണം? നമ്മൾ ഭയക്കേണ്ട ഒരേ ഒരു ആളേ ഉള്ളൂ, കർത്താവ. ഈ ഭൂപരപ്പിൽ മരിച്ചു മൺമറയുന്ന അല്പ ആയുസ്സുള്ള മനുഷ്യനെ എന്തിനാ പേടിക്കുന്നേ? ദൈവത്തെ ഒന്ന് നോക്ക്. അവൻ നമ്മെ മാനിപ്പാൻ ശക്തനാണ്. അവൻ ബാധ്യസ്ഥനായ ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഇപ്പൊ നമ്മൾ ചുരുക്കം ചിലർ അതിനകത്തിരിക്കുന്നത് അല്ലെ, എത്രയോ പേർ, എത്രയോ ലക്ഷങ്ങൾ, കോടിക്കണക്കിന് ജനം, എല്ലാ സംവിധാനവും ഉള്ളവർക്ക് ഇതുപോലൊരു മീറ്റിങ്ങുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ നമ്മേക്കാൾ ശ്രേഷ്ഠരായ ഒരു പലയിടത്തും കുത്തിയിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലം എന്നറിയാമോ? ദൈവത്തിന്റെ സന്നിധിയാണ്. ഇത് സ്വർഗം കാണുന്ന ഒരു രാത്രി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 2-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: അവരെ പോലെ വായിച്ചേ 2-ാം വാക്യം. നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. കണ്ടോ? വചനം കേട്ടാൽ മാത്രം പോരാ. നമ്മൾ വചനമൊക്കെ ആർത്തിയോടെ എഴുതി വെക്കും. അത് പിന്നെ അവിടെ കൊണ്ട് വച്ചിട്ട് അവിടെ ഇരിക്കും. പിന്നെ അത് വായിക്കുന്ന പരിപാടി ഇല്ല. സമയമില്ല നമുക്ക്. എങ്ങനെ സമയം കിട്ടും? രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ജോലി കാര്യങ്ങളൊക്കെ പോയിട്ട് അല്പം കിട്ടുന്ന 1-2 മണിക്കൂർ കിട്ടുന്നത് നമ്മൾ വചനത്തിന് മുമ്പ് ഇരിക്കുക. പിന്നെ അതെടുത്ത് വായിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. അതാണ് ഫിലിപ്പോസ് ഷണ്ണനോട് ചോദിച്ചൊരു കാര്യം. അല്ലയോ രാജാവേ, താങ്കൾ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? അതെങ്ങനെയാ ഗ്രഹിക്കുന്നേ? അപ്പൊ ഞാൻ പറഞ്ഞുതരാം കാര്യങ്ങളെല്ലാം രാജാവിന് പറഞ്ഞു കൊടുത്തപ്പോ, ഇതാ വെള്ളം, എങ്കിൽ പിന്നെ ഇനി വേറെന്താ ജോലി? നമുക്ക് രണ്ടും കൂടെ കേൾക്കുന്നത് ഗ്രഹിച്ചില്ല എങ്കിൽ, ആമേൻ, കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. കേൾപ്പിച്ച വചനമെല്ലാം വാഴ്ത്തത്വങ്ങളുടെ വചനങ്ങളാ, ഭയങ്കര അനുഗ്രഹങ്ങളെ കേൾപ്പിച്ചേ. പക്ഷേ കേട്ട് അങ്ങ് പോയി. അതിനെക്കുറിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ കഴിഞ്ഞില്ല. പോരാ, 1 മണിക്കൂർ വചനം കേട്ടാൽ 2 മണിക്കൂർ നമ്മൾ ഇരുന്ന് കരഞ്ഞ് ആ വചനത്തെ നമ്മൾ ഏറ്റെടുക്കണം. അതാ വചനം പറയുന്നത്, സ്വീകാര്യം മുറുകെ പിടിക്കുക. എപ്പോഴും ഒരു ദൈവ പൈതലിന്റെ ഓരോ നീക്കങ്ങളും മനുഷ്യൻ കണ്ടില്ലെങ്കിലും കാണുന്നവനായ ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്തോത്രം പറയാൻ പറ്റുമോ? കർത്താവിന് നോക്കി ഇറങ്ങിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ കർത്താവിന്റെ നാമത്തിൽ നമ്മൾ എന്ത് അപേക്ഷിച്ചാലും തരാമെന്ന് ആര് പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? ആരാ പറഞ്ഞിട്ടുള്ളേ? കർത്താവ് അല്ലേ? എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും, നിങ്ങൾ എന്ത് അപേക്ഷിച്ചാലും പറഞ്ഞേ, തരാം. അല്ല, ചായല്ലേ പിന്നെ വേറെ ആരും ചോദിക്കട്ടെന്നാണോ പറഞ്ഞേ? അല്ല, സൗകര്യം ഉണ്ടെങ്കിൽ തരാമെന്നാണോ പറഞ്ഞ? അല്ല, തരാമെന്ന് പറഞ്ഞാൽ തരും. 3-ാമത്തെ വാക്യം വായിക്കുന്നു.
വിശ്വസിച്ചവരായ നമ്മിലോ. ആ വായിച്ചേ പെട്ടെന്ന് വായിച്ചേ. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോകത്തിങ്കിൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷവും അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. സ്തോത്രം. അടുത്ത വാക്യം കൂടെ. 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യം. എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കയില്ല എന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. ആമേൻ. ഇത്രയും പറഞ്ഞിട്ടും കർത്താവ് പറയുകയാണ്, 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്നും നിവർത്തനായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏദൻ തോട്ടത്തിന്റെ കാര്യമാണ് അവിടെ വായിച്ചത്. പൗലൂസ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് ഏദൻ തോട്ടത്തിന്റെ കാര്യമാണ്. ഈ അധ്യായം എഴുതിയിരിക്കുന്ന പൗലൂസ് ആണെന്ന് ഒരു സംശയം മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കറിയാം വാക്കുകളുടെ ഗാംഭീര്യം അനുസരിച്ച്, ആ വാക്കുകളുടെ കട്ടി അനുസരിച്ച്, ആ വാക്കുകളുടെ ശക്തി അനുസരിച്ച്, ആ വാക്കുകളുടെ അഗ്നി അനുസരിച്ച് എഴുതിയിരിക്കുന്ന മറ്റാരുമല്ല, പൗലൂസ് തന്നെയാണ്. കണ്ടോ അടുത്ത് പറഞ്ഞത് കണ്ടോ? 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, ആമേൻ, എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. ഈ സ്വസ്ഥത എന്ന് പറയുമ്പോൾ എന്താ? നമുക്കറിയാം ദാവീദിനെ പറ്റി പഠിക്കുമ്പോ എന്താ പറഞ്ഞത്? അവിടെ ആടുകളെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയിലേക്ക് എന്ത് ചെയ്യുന്നു? നടത്തുന്നു. സ്വസ്ഥത. അപ്പൊ സ്വസ്ഥത എന്ന് പറയുന്ന വാക്കിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഒത്തിരി അർത്ഥങ്ങൾ, ഒത്തിരി വ്യാഖ്യാനങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഈ സ്വസ്ഥത എന്ന് പറയുമ്പോൾ എന്താ? ദാവീദ് എന്താ ഈ വെള്ളം എന്ന് പറയുന്നത് എന്താ? വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നു. പക്ഷെ കുത്തൊഴുക്കുകൊണ്ട്, നോർമലായി ഒഴുകുന്ന ഒഴുക്കുകൊണ്ട്, നിശ്ചലമായി കിടക്കുന്നത് കൊണ്ട്, പിന്നെ ഈ ലൈൻ തെറ്റി ഒഴുകുന്ന ഒഴുക്കുകൊണ്ട്. ആമേൻ. അപ്പൊ ഈ വെള്ളം എങ്ങനെ ഈ ആടുകളെ കുടിപ്പിക്കും? അപ്പൊ ദാവീദ് എന്ത് ചെയ്തു? സ്വസ്ഥതയുള്ള വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഒഴുകുന്നു, ഒരു പ്രശ്നമില്ല, ഏത് രീതിയിലും ആടിന് എന്ത് ചെയ്യാം? കുടിക്കാം. എന്നാൽ ആ സ്വസ്ഥതയിൽ ഇവർ എന്ത് ചെയ്യില്ല? പ്രവേശിക്കില്ല. എന്താ കാര്യം? ഇവർ വചനം കേട്ടു, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? ഒന്നും അകത്തോട്ട് പോയിട്ടില്ല. ഇത് എഴുതി ബുക്കിനകത്ത് ആമേൻ അടച്ചു വെച്ച് ഭദ്രമാക്കി വെച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒന്നും എടുത്ത് വായിക്കാനോ ചിന്തിക്കാനോ കഴിഞ്ഞിട്ടില്ല. 6-ാമത്തെ വാക്യവും 7-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചാട്ടെ. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിച്ചിരിക്കാലും മുമ്പേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകയാലും ഇത്ര കാലത്തിന്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിച്ചിരിക്കുന്നു. കണ്ടോ? അനുസരണക്കേട് നിമിത്തമാണ് പ്രവേശിക്കാത്തത്. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കഠിനമാക്കരുത് എന്നും കൂടെ അവിടെ ഒരു വാക്ക് ആമേൻ തന്റെ പ്രവാചകനോട് പറഞ്ഞിട്ടുണ്ട്. അത് ആരാ പറഞ്ഞതെന്നറിയാമോ? ദാവീദ് മുഖാന്തരം. അവിടെയും ദാവീദിനെ കൊണ്ടുവന്നു. ആരാ? പൗലൂസ്. ദാവീദിനെ മോശയെ കൊണ്ടുവന്നത് ആരാ? പൗലൂസ്. യോശുവയെ കൊണ്ടുവന്നത് ആരാ? പൗലൂസ്. അപ്പൊ പഴയ നിയമത്തിൽ വിശുദ്ധന്മാർ, ശക്തന്മാരായ വിശുദ്ധന്മാരുണ്ടായിരുന്നു. ഇന്ന് മോശയ്ക്ക് പള്ളിയുണ്ട്, മോശയുടെ പേരില്. മോശയെ ആരാധിക്കുന്നവരുണ്ട്, യോശുവയെ ആരാധിക്കുന്നവരുണ്ട്. ആമേൻ. പലരെയും ആരാധിക്കുന്നവർ. ദാവീദിന് പള്ളിയുണ്ട്. പലരും അങ്ങനെയുള്ളവരെ ആരാധിക്കുന്നു. പക്ഷെ ദൈവത്തെ ആരാധിക്കാൻ വേർപാടിലുള്ള സഭയ്ക്കകത്ത് ആളില്ല. ദാവീദിന്റെ പ്രതിമയുള്ള പള്ളിക്കകത്ത് ആയിരങ്ങളാണ് ആരാധിക്കുന്നത്. ആമേൻ. എന്നാൽ യേശുവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ആരാധനാലയത്തിനകത്ത് വിരൽ എണ്ണുന്നവർ മാത്രമേ അതിനകത്തുള്ളൂ. എന്താ അങ്ങനെ സംഭവിച്ചത്? 8-ാമത്തെ വാക്യം.
യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കയില്ലായിരുന്നു. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. കണ്ടോ, ഇവര് ശബത്ത് ആരാധിക്കാനൊക്കെ പോകുന്നവരാ, പക്ഷെ ഇവർ ആരാധന സമയത്തെത്തത്തില്ല. ഇവര് ആരാധന അലക്ഷ്യമാക്കുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. പക്ഷെ യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തി എങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിച്ചിരിക്കുന്നു. അത് ഏത് ദിവസമാ? ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പൗലൂസ് ആ കാലഘട്ടങ്ങളിൽ ശക്തമായി വചനം അറിയിച്ചിട്ടും ശബത്തിനെ അവർ ആചരിക്കാതെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ സമയം വേർതിരിക്കാനിടയായി. അതാ ഇവിടെ ഒന്നാമത്തെ ഭാഗം നമ്മൾ ചിന്തിച്ചത്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഒന്നാമത്തെ ഭാഗം നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്. എങ്ങനെ ചിന്തിച്ചത്? ദൂതന്മാരെക്കാൾ, മോശയേക്കാൾ, യോശുവയേക്കാൾ. എബ്രായ ലേഖനം ബ്രാക്കറ്റില് 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അതിനോട് ചേർന്ന് ശ്രേഷ്ഠനാണ് വിശ്വാസത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാതിരിക്കേണ്ടതിന് അവിശ്വാസം നിമിത്തം ഹൃദയം കഠിനമാക്കാതിരിക്കുകയും, ബ്രാക്കറ്റിലെ എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയും, എബ്രായ ലേഖനം 3-ാം അധ്യായം 7 വാക്യവും, 4-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യവും. എബ്രായ ലേഖനം 2-ന്റെ 1 മുതൽ 3 വരെയും, 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യവും, 4-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യവും. അതോട് ചേർന്ന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇത്രയുമാണ് ഒന്നാമത്തെ പാർട്ട്. രണ്ടാം ഭാഗം
ഭാഗം 2. യേശുക്രിസ്തുവിനെ മഹാപുരോഹിതനായി അവതരിപ്പിക്കുന്നു. മഹാപുരോഹിതന്റെ യോഗ്യതകളും ബ്രാക്കറ്റിൽ എബ്രായ ലേഖനം 8:1. 8:1. നാം ഈ പറഞ്ഞതിന്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവനായി 8:1. 10-ാം അധ്യായത്തിന്റെ 18. ഇപ്പൊ പറഞ്ഞത് ഒന്നും കൂടി പറയുമോ? ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടെ പറയണം. ഭാഗം 2 എഴുതിയല്ലേ? എഴുതിയല്ലോ. ഓക്കെ. യേശുക്രിസ്തുവിനെ മഹാപുരോഹിതനായി അവതരിപ്പിക്കുന്നു. എഴുതി. മഹാപുരോഹിതന്റെ യോഗ്യതകളും എഴുതി. ഓക്കെ. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. സോറി 8 അല്ല, 4:14. കറണ്ട് പോയപ്പോഴും പോയതാ. 4:14. 4-ാമത്തെ അധ്യായം എടുത്തായിട്ട് 4:14 വായിച്ചേ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയത് ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. ആമേൻ. ഇവിടെ നമ്മൾ വായിച്ചത്, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. അതാണ് 4:14 വാക്യം. അടുത്ത് എബ്രായ ലേഖനം 5:10, 5:10, 6:19, 5:10, 6:19, 7:25, 7:25. അതോട് ചേർന്ന് സ്വഭാവം 7:26 മുതൽ 28 വരെ. 7:26 മുതൽ 28 വരെ. അടുത്ത് എബ്രായ ലേഖനം 8:1 മുതൽ 8:1, 10:18. അത് എഴുതിയല്ലോ. അടുത്ത് അതുകൊണ്ട് തന്നെ പൂർണ്ണത ഉള്ളതും ആ 10:18 വായിച്ചേ. എന്നാൽ ഇവയുടെ മോചനമുള്ളയിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. ഇനി ഒരു യാഗം വേണോ പാപത്തിന് വേണ്ടി? ആടോ കോഴിയോ മാടോ കാളയോ എന്തെങ്കിലും ഒരു യാഗം, പ്രാവോ? വേണ്ട. ഇനി ഒരു യാഗം വേണ്ട എന്ന് ഇവിടെ 10-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ എന്നാൽ മോചനം ഉള്ളിടത്ത് എന്താണ്?
പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എഴുതിയല്ലോ, പൂർണ്ണതയുള്ളതും. അടുത്ത് എന്നതിനെ കുറിച്ച് ക്രിസ്തുവിന്റെ പങ്കാളിയായി തീർന്നു. തീർന്ന ശേഷം ആത്മീക വളർച്ചയെക്കുറിച്ചുള്ളതും പിന്നെയും ഞാൻ പറയുന്നു, പിന്മാറിപ്പോകാതിരിക്കുകയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ എബ്രായ ലേഖനത്തിനകത്ത് ഏറ്റവും ഒരു ഭാഗമാണ് മുന്നറിയിപ്പ്. എല്ലാത്തിനെ കുറിച്ച് ഒരു മുന്നറിയിപ്പ്. 5-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു മുന്നറിയിപ്പ് കാണുന്നു. 5-ന്റെ 19-ാമത്തെ വേദാംശം, ഒരു മുന്നറിയിപ്പ്. 5-ന്റെ 1, 5-ന്റെ 1-ഉം 5-ന്റെ 6-ഉം ഒന്ന് വായിച്ചേ. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. അതിന്റെ 11-ാമത്തെ വാക്യം. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ. അടുത്ത 6-ന്റെ 12 വായിച്ചു. 6-ന്റെ 12 കൂടെ. 6-ന്റെ 12 കൂടെ. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. കണ്ടോ, പൗലോസിന് ഭയമുണ്ട്. കാരണം സഭ പിന്നെയും മന്ദതയിലേക്ക് പോകുമോ എന്നൊരു ഭയം പൗലോസിനെ ഭരിക്കുന്നുണ്ട്. ഇന്നത്തെ അഭിഷക്തന്മാർക്ക് അത്രയും ഉണ്ടോന്ന് അറിയില്ല. സഭയിലെ വിശ്വാസ ജീവിതങ്ങൾ മന്ദതയിലോട്ട് പോകുന്നെന്ന് പോലും ഇന്ന് അവര് ഉശിരായിട്ട് ആരാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവര് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ആടുകളാണ് എന്നൊരു മനോഭാവം പോലും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഇവിടെ ഒരു മുന്നറിയിപ്പ് പോലെ പറയുകയാണ്, നിങ്ങൾ എന്താകരുത്, നിങ്ങൾ മന്ദതയുള്ളവരാകരുത്. പ്രൈസ് ദി ലോർഡ്. 6-ന്റെ 12-ാമത്തെ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നതാണ് മന്ദതയുള്ളവരാകരുത്. സ്തോത്രം. വിശ്വാസത്തിലും ദീർഘക്ഷമയിലും വാഴ്ത്തത്വങ്ങളെ അവകാശമാക്കിയിരിക്കുന്നവരുടെ അനുകാരികളുമായി തീരും. അപ്പൊ എന്താണ് നമ്മള് ആ വാഴ്ത്തത്വങ്ങൾക്ക് വേണ്ടി? ഏതാ വാഴ്ത്തത്വം? ആമേൻ. ഇഷ്ടം പോലെ വാഴ്ത്തത്വം ഈ ഭൂമിയിലുണ്ട്, ഇല്ലേ? വാഴ്ത്തത്വങ്ങളുടെ ഒരു പട്ടിക തന്നെ ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതൽ പഠിച്ചു കഴിഞ്ഞാൽ വാഴ്ത്തത്വം തന്നെ. ആവർത്തനം വരെ വരുമ്പോൾ 5 പുസ്തകം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, 5 പുസ്തകത്തിനകത്തുള്ള വാഴ്ത്തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വാഴ്ത്തത്വമാണ്. ആകാശത്തിലെ അനുഗ്രഹം, മേഘങ്ങളുടെ മേലുള്ള അനുഗ്രഹം, മേഘത്തിനകത്തുള്ള അനുഗ്രഹം, പറവയിലുള്ള അനുഗ്രഹം, പുൽക്കൊടിയിലുള്ള അനുഗ്രഹം, നിലത്തിലുള്ള അനുഗ്രഹം, സകലത്തിന്റെ മേലുമുള്ള അനുഗ്രഹത്തിനെ പറ്റിയുള്ള വാഴ്ത്തത്വങ്ങൾ 5 പുസ്തകത്തിനകത്ത് എഴുതി തീർത്തു വച്ചിരിക്കുക. എന്നാൽ ഇവിടെ അതേ ഭാഗം എടുത്ത് പൗലോസ് പറയുക,
ഇവരിതെല്ലാം പ്രാപിച്ചപ്പോ ഇപ്പൊ എങ്ങോട്ട് പോകണമെന്നറിയാതെ മന്ദതയായിട്ട് നിൽക്കുകയാണ്. സ്തോത്രം. രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ആമേൻ. എന്നാൽ മൂന്നാമത്തെ ഭാഗത്തേക്ക് വരാം. മൂന്നാമത്തെ ഭാഗം, ഒടുവിലത്തെ ഭാഗത്തിൽ ബ്രാക്കറ്റിൽ എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, 13-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, 13-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞെരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവീൻ. അല്ല കണ്ടോ? നന്നല്ല. ആമേൻ. കണ്ടോ? പൗലൂസ് ആധികാരികമായി പറഞ്ഞു കൊണ്ടുവന്ന് കൊള്ളിച്ചു വെക്കുക. അതിനകത്ത് രക്ഷപ്പെട്ടു പോകാത്ത രീതിയിൽ നമുക്കറിയാം, ഈ എലിയെ പിടിക്കുന്നവർക്ക് ഒരു പ്രത്യേക കഴിവാണ്. എലിയെ പിടിക്കുന്ന, പൂച്ചയെക്കാളും ഭംഗിയായിട്ട് എലിയെ പിടിക്കുന്ന യന്ത്രങ്ങളൊന്നുണ്ട്. ആമേൻ. ഭയങ്കര യന്ത്രങ്ങളാ. എലി നോക്കുമ്പോൾ അതിവിശാലമായ ഒരു വലിയ ഒരു കവാടം, അതിനകത്ത് നോക്കുമ്പോൾ നല്ല മണമൊടിക്കുന്ന ഉണക്കമീനോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും. ഇത് ഓടി അങ്ങ് ചെല്ലുമ്പോൾ പോകുന്ന വഴിയെല്ലാം ഇങ്ങനെ ചുരുങ്ങി 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 ആ എലിയുടെ കറക്റ്റ് തിക്നെസ്സിന് ആ റൗണ്ട് അങ്ങ് തീരും. അതിനകത്ത് വച്ചിരുന്നത് നല്ല കത്തിയൊക്കെ ഇങ്ങനെ വച്ചിരിക്കും. ഇത് ഓടി അതിനകത്ത് അങ്ങ് ചെല്ലുന്നതും ഈ കത്തികളെല്ലാം കൂടെ ഇതിനങ്ങ് ഞെരുക്കും. ഭയങ്കര ക്രമീകരണങ്ങളാ. അതുപോലെ ഉച്ചാലൊക്കെ മീൻ പിടിക്കുന്നവരെ കാണുമ്പോൾ അറിയാം. ആമേൻ. കഴിഞ്ഞ ദിവസം ഞങ്ങള് അജി ബ്രദർ സംസാരിച്ചപ്പോ, ഇവിടെ മീൻ പിടിക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചപ്പോ അവർ പറയുന്നത് മീൻ പിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഭയങ്കര എളുപ്പമാണ് മീൻ പിടിക്കുന്ന കാര്യം. ഒന്ന് ഇളക്കി വിട്ട് കഴിഞ്ഞാൽ മീൻ എത്ര അടി കിടന്നാലും അതെല്ലാം മുകളിൽ വരും. അതിനെ പിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആമേൻ. രാത്രി ഒരു ലൈറ്റും ഒരു വെട്ടുകത്തി ഉണ്ടെങ്കിൽ ഏത് വലിയ മീനിനെ വെട്ടിയെടുക്കാം. നോക്കിക്കേ, ഇവിടെ കണ്ടോ? നിങ്ങളെ നടത്തിയവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. നിങ്ങളെ നടത്തിയവരെ, സ്തോത്രം, ഇപ്പോഴുള്ളവരെ അല്ല, ആദ്യ പാഠം പഠിപ്പിച്ചവരെ. ഇപ്പോഴൊക്കെ നമ്മൾ 5-6 പള്ളിയൊക്കെ മാറിക്കഴിഞ്ഞു. ഇനി അടുത്തെങ്കിലും ഉണ്ടോ നോക്കിക്കൊണ്ടിരിക്കുക മാറാൻ. ഇപ്പൊ നമ്മൾ 5-6 പള്ളിയൊക്കെ മാറി. ഇനി അടുത്തേലും പള്ളി ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചോണ്ടിരിക്കുക ഇനി അടുത്ത് മാറാൻ. നിങ്ങളെ നടത്തിയവരെ എന്ന് പറയുമ്പോ, ഇപ്പൊ തങ്കമ്മേന്റെ ഒരു ടീച്ചറാണെങ്കിൽ, തങ്കമ്മേന്റെ ഒരു ടീച്ചറാണ് എന്ന് വെച്ചോ, ആ ആന്റിയുടെ കീഴിൽ പഠിച്ച ആദ്യ അക്ഷരം പഠിച്ച കുട്ടി ഗുരുനാഥനെ ഒരിക്കലും മറക്കാൻ പാടില്ല. പിന്നെ അവൻ ഏത് പൊസിഷനിലേക്ക് പോയാലും, IG ആകാം, മുഖ്യമന്ത്രിയാകാം, ഏത് പൊസിഷനിൽ പോയാലും ആദ്യ അക്ഷരം പഠിപ്പിച്ചു കൊടുത്ത വ്യക്തി എന്ത് ചെയ്യില്ല, ഒരിക്കലും മറക്കില്ല. ഞാൻ ഇന്നും ഭയപ്പെടുന്നു എന്നെ രക്ഷയിലേക്ക് നടത്തിയ ശുശ്രൂഷകനെ. പുള്ളിക്കറയില്ല മരിച്ചു പോയെങ്കിലും ഞാൻ ഇന്നും ഭയപ്പെടുന്നു. ദൈവത്തിന് തുല്യം. പ്രൈസലോ. ദൈവത്തെക്കാലല്ല കേട്ടോ, ദൈവത്തിന് തുല്യം. പ്രൈസലോ. ഞാൻ പറയുന്ന കാര്യം, നിങ്ങളെ നടത്തിയവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ, ആമേൻ, കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എന്ത് ബോധിപ്പിക്കേണ്ടി വരും? കണക്ക്. ആമേൻ. എന്ത് കണക്ക് എന്ന് ചോദിക്കരുത്. ഇതിനകത്ത് ഒത്തിരി കണക്കുകൾ പൗലൂസ് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഈ നാളുകളിൽ ദൈവജനം വചനത്തിന്റെ മാർമിക സത്യങ്ങളെ പഠിച്ച് ഗ്രഹിച്ച് മുമ്പിലോട്ട് വരണം. അടുത്ത് 3:17 നമ്മൾ വായിച്ചു, 13:17 നമ്മൾ വായിച്ചു. അടുത്ത് രക്ഷയിലും ചേർന്ന് തന്നെ രക്ഷയിലും വിശ്വാസത്തിലും കഷ്ടാനുഭവത്തിലും
കഷ്ടാനുഭവത്തിലും വിശുദ്ധിയിലും സഹിഷ്ണുതയിലും ഉള്ളവരായിരിപ്പീൻ. വിശ്വാസികളെ പ്രബോധിപ്പിപ്പീൻ. വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നു. ഇപ്പൊ 3 പാർട്ട് നമ്മൾ പഠിച്ചു. എബ്രായ ലേഖനം 3ആയി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ പാർട്ട് നമ്മൾ പഠിച്ചു. യേശു ശക്തിയുള്ള ദൈവപുത്രൻ. യേശു ശക്തിയുള്ള ദൈവപുത്രൻ. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെ നമ്മൾ പഠിച്ചു. എന്ന നിലയിൽ യേശുവിനെ മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ സമ്പൂർണ്ണ ആയ വെളിപ്പാടിനായി നമ്മൾ ആ ഭാഗം പഠിച്ചു. അങ്ങനെ എനിക്ക് വേണമെങ്കിൽ ഇത് എഴുതിയെടുക്കാം. ശോധന പറയട്ടെ ആൻറ്റി, പറയട്ടെ. ഓക്കെ, ഒന്നാമത്തെ ഭാഗം. അതിന് 2-ാം ഭാഗം ആൻറ്റി എഴുതി. 1-ാം ഭാഗം യേശു ശക്തിയുള്ള ദൈവപുത്രൻ. അധ്യായം 1 മുതൽ 3 വരെ. യേശു ശക്തിയുള്ള ദൈവപുത്രൻ. ദൈവപുത്രൻ 1 മുതൽ 3 വരെ. അടുത്ത് എന്ന നിലയിൽ യേശുവിനെ മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ സമ്പൂർണ്ണ വെളിപ്പാടിനായി പ്രഖ്യാപിക്കുന്നു. അവൻ പ്രവാചകന്മാരെക്കാൾ 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 3-ാമത്തെ വാക്യം വരെ. അടുത്ത് ഒന്നാം അധ്യായം 1 മുതൽ 3 വരെ. അടുത്ത് ദൂതന്മാരെക്കാൾ 1-ാം അധ്യായം 4-ാമത്തെ വാക്യം, 2-ാം അധ്യായം 18-ാം വാക്യം. അടുത്ത് മോശയേക്കാൾ. കിട്ടിയോ ആന്റി? ആ, ഓക്കെ. അപ്പൊ ആ ഭാഗം നമ്മൾ കഴിഞ്ഞു. എബ്രായ ലേഖനത്തിന്റെ പ്രത്യേകതകൾ. ഈ ലേഖനത്തെ സവിശേഷിപ്പിക്കുന്ന ചില പ്രത്യേകതകൾ. പുതിയ നിയമലേഖനങ്ങളിൽ എബ്രായ ലേഖനം
എബ്രായ ലേഖനം അതൊരു ആരംഭമാകുന്നു. പ്രൊഫസറെ മൈക്ക് ഓഫ് ചെയ്യാമോ? ഒരു പ്രസംഗം പോലെ തുടങ്ങുന്നു. ഒരു പ്രസംഗം പോലെ തുടങ്ങുന്നു. ഒരു കത്ത് പോലെ സമാപിക്കുന്നു. പുതിയ നിയമത്തിലെ ഏറ്റവും സുന്ദരമായ പുസ്തകമാണ് ഇത്. ഗ്രീക്ക് ശൈലിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഒന്ന് മുതൽ 4 വരെയുള്ള ലൂക്കോസിന്റെ എഴുത്തുകൾ ഇതിന് സാക്ഷ്യമായിട്ടുള്ളൂ. അടുത്ത് യേശുവിന്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷ എന്ന ദൗത്യം ഓരോ എഴുത്തുകളിലും കാണുകയും ചെയ്യുന്നു. ഓക്കെ, അടുത്ത് എന്നിട്ടിട്ട് ശ്രേഷ്ഠൻ എന്നാണ് ഇതിലെ താക്കോൽ വാക്ക്. 13 പ്രാവശ്യം ഈ അധ്യായങ്ങളിൽ ഈ വാക്ക് പറഞ്ഞിട്ടുണ്ട്. യേശു ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനാണെന്ന്
ശ്രേഷ്ഠമായ ശബത്ത് ബ്രാക്കറ്റിൽ വിശ്രമം. പ്രത്യാശ, പൗരോഹിത്യം, യാഗം, രക്തത്തിലുള്ള പാപപരിഹാരം, വാഴ്ത്തത്വം എന്നിവ യേശു പ്രദാനം ചെയ്യുന്നു. അപ്പൊ ശ്രേഷ്ഠൻ എന്ന വാക്ക് ഈ പുസ്തകങ്ങളിൽ 13 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ കണ്ടുപിടിക്കണം. എവിടെയൊക്കെയാണ് ഈ അധ്യായങ്ങളിൽ എവിടെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മളത് കണ്ടുപിടിക്കണം. പ്രൈസ് ദി ലോർഡ്. ശരി, എബ്രായ ലേഖനത്തിന്റെ വിഷയ വിഭജനം. ഈ പുസ്തകത്തിനകത്ത് മരണത്തിന്റെ അധികാരി ആരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ പുസ്തകത്തിനകത്ത്, ഈ എബ്രായ ലേഖനത്തിനകത്ത് മരണത്തിന്റെ അധികാരി ആരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാമോ? മരണത്തിന്റെ അധികാരി ഈ പുസ്തകത്തിനകത്ത് ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്. അറിയില്ല. 2:14 പിശാച്. ശരി, വിഷയ വിഭജനം. ഒന്ന്, പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ. പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ. പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ. 1-ാം അധ്യായം 1 മുതൽ 3 വരെ. 1-ാം അധ്യായം 1 മുതൽ 3 വരെ. 2, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. 2-ാം അധ്യായം 18-ാമത്തെ വാക്യം. 2-ാം അധ്യായം 1 മുതൽ 4 വരെ. 3, മോശയേക്കാൾ ശ്രേഷ്ഠൻ. മോശയേക്കാൾ ശ്രേഷ്ഠൻ. 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യം. 3-ാം അധ്യായം 7 മുതൽ 19 വരെ. 4, യോശുവേക്കാൾ ശ്രേഷ്ഠൻ. യോശുവേക്കാൾ ശ്രേഷ്ഠൻ. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെ. ബ്രാക്കറ്റിൽ മധ്യസ്ഥൻ. 4-ന്റെ 14, 10-ന്റെ 18.
എ യോഗ്യതകളിൽ ശ്രേഷ്ഠൻ. യോഗ്യതകളിൽ ശ്രേഷ്ഠൻ. എ 4:14, 7:25. അഞ്ചിന്റെ 11, 6:20. ബി സ്വഭാവത്തിൽ ശ്രേഷ്ഠൻ. സ്വഭാവത്തിൽ ശ്രേഷ്ഠൻ. 7:26 മുതൽ 28 വരെ. 7-ാം അധ്യായം 26 മുതൽ 28 വരെ. സ്വഭാവത്തിൽ ശ്രേഷ്ഠൻ. സി 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 ശുശ്രൂഷയിൽ ശ്രേഷ്ഠൻ. ശുശ്രൂഷയിൽ ശ്രേഷ്ഠൻ. ശുശ്രൂഷയിൽ ശ്രേഷ്ഠൻ. 8-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 10-ാം അധ്യായം 18-ാമത്തെ വാക്യം. അടുത്ത് 1. വിശേഷതയേറിയ കൂടാരത്തിൽ. 8-ാം അധ്യായം 1 മുതൽ 5 വരെ. വിശേഷതയേറിയ 2. വിശേഷതയേറിയ ഉടമ്പടി അഥവാ നിയമം. വിശേഷതയേറിയ ഉടമ്പടി അഥവാ നിയമം. 8-ാം അധ്യായം 6 മുതൽ 13 വരെ. 3. വിശേഷതയേറിയ ശുശ്രൂഷയിൽ. 9:23, 10:18. വിശേഷതയേറിയ യാഗത്തിൽ. 9-ാം അധ്യായം 23-ാമത്തെ വാക്യം, 10:18. എ രക്ഷയുടെ 10-ാം അധ്യായം അതിന്റെ 19 മുതൽ. ബി ഈ വാക്യങ്ങളൊക്കെ വായിക്കണം കേട്ടോ. ഇതെല്ലാം ഒരു പുസ്തകത്തിനകത്തുള്ള എല്ലാ വാക്യങ്ങളുമാണ്. ഇതെല്ലാം നിങ്ങൾ പിന്നത്തേൽ വായിച്ചോളണം. ബി വിശ്വാസത്തിന്റെ മണ്ഡലത്തിൽ. 10:39, 11:40. ഒന്ന്, വിശ്വാസത്തിന്റെ സ്വഭാവം. 10:39, 11:3. വിശ്വാസത്തിന്റെ സ്വഭാവം. വിശ്വാസത്തിന്റെ സ്വഭാവം 10:39, 11:3. 2,
പഴയ നിയമത്തിൽ നിന്നുള്ള വിശ്വാസത്തിന്റെ മാതൃകകൾ, പഴയ നിയമത്തിൽ നിന്നുള്ള വിശ്വാസത്തിന്റെ മാതൃകകൾ 11:4-38. 3. വിശ്വാസം തെളിയിക്കപ്പെടുന്നു. വിശ്വാസം തെളിയിക്കപ്പെടുന്നു. 11:39-40. സി സഹിഷ്ണുതയുടെ മണ്ഡലത്തിൽ 12:14. 12:14, 13:17. വിശുദ്ധിയുടെ മണ്ഡലത്തിൽ 12:1 മുതൽ 13 വരെ. 13:17. അടുത്ത 1. വിശുദ്ധിയുടെ മുൻഗണന. വിശുദ്ധിയുടെ മുൻഗണന. 12-ാം അധ്യായം അതിന്റെ 14 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധിയുടെ പ്രഖ്യാപനം. വിശുദ്ധിയുടെ പ്രഖ്യാപനം 13:1 മുതൽ 17 വരെ. ഇത്രയുമാണ് ഈ പുസ്തകത്തിലെ അകത്തുള്ള രത്ന ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ പറയുവാനിടയായത്. ഈ പുസ്തകത്തിലെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതിനകത്തുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠതയാണ്. ശ്രേഷ്ഠത മറന്നു പോകരുത്. ശ്രേഷ്ഠമായ ഉടമ്പടിയാണ് ഈ പുസ്തകത്തിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ 13 അധ്യായങ്ങളെ 3 പാർട്ടായിട്ട് തിരിച്ചു. 3 പാർട്ട് നമ്മൾ പഠിച്ചു. 3 പാർട്ട്, 1, 2, 3 നമ്മൾ പഠിച്ചു. ആമേൻ. അതില് 1-ാമത്തെ ഭാഗം നമ്മൾ പഠിക്കുമ്പോ അവിടെ നമുക്ക് കാണാൻ കഴിയും ശ്രേഷ്ഠൻ. അടുത്ത് നമ്മൾ കാണുന്ന ശ്രേഷ്ഠൻ തന്നെയാണ് നമ്മൾ കാണുന്നത്. 3 ഭാഗം നമ്മൾ അവിടെ പഠിക്കാനിടയായി. 3 ഭാഗം നമ്മൾ പഠിച്ചു. 1-ാമത്തെ ഭാഗത്ത് നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്: യേശു ശക്തിയുള്ള ദൈവപുത്രൻ. അപ്പൊ ശക്തിയുള്ള ദൈവപുത്രൻ, അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചിന്തിപ്പാനിടയായി. താഴോട്ട് പറഞ്ഞ ദൂതന്മാരെക്കാൾ, മോശയേക്കാൾ, യോശുവേക്കാൾ ശ്രേഷ്ഠനാണ് വിശ്വാസത്തിൽ നമ്മൾ പഠിച്ചു. അപ്പോ നമ്മൾ എപ്പോഴും ഓർമ്മയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തു എന്ന വ്യക്തി ആരാണ് എന്നൊരാൾ ചോദിക്കുമ്പോ നമ്മൾ എന്ത് പറയും? ഒത്തിരി കാര്യം പറയാനുണ്ടല്ലേ, ഒത്തിരി കാര്യം. പക്ഷെ പുസ്തകത്തിൽ നിന്ന് പറയണം, നമ്മുടെ ബൈബിളിൽ തട്ടിച്ച് തന്നെ പറയണം. അല്ലാതെ നമ്മുടെ ഊഹാമോഹങ്ങളിൽ കൂടെ ഒന്നും പറയരുത്. ഒരാൾ സുവിശേഷം വരുമ്പോ നമ്മൾ അവരുടെ ഹൃദയത്തിൽ പതിയണമെങ്കിൽ കർത്താവ് ഇന്ന പുസ്തകത്തിൽ ഇന്ന രീതിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. പുതിയ നിയമത്തിൽ മോശയേക്കാൾ വലിയവനാണ് എന്ന് പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെ ഉയർത്തിയിരിക്കുന്നു. പഴയ നിയമത്തിലെ മോശ അവനേക്കാൾ വലിയവനാണ് ക്രിസ്തു എന്ന് ഇവിടെ നമ്മൾ കാണുന്നു. അടുത്ത്
ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് എന്നിവിടെ പറയുന്നു. ശരിയല്ലേ? അടുത്ത്, സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചു നിർത്തിയ യോശുവേക്കാൾ വലിയവൻ എന്നിവിടെ പറയുന്നു. അല്ലെ? ഇന്ന ഭാഗത്ത് യോശുവയുടെ പുസ്തകത്തിൽ 12-ാം അധ്യായം പഠിക്കുമ്പോ അവിടെ പറയുന്നു, അവ അനാഖ്യന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിച്ച് അനാഖ്യനെ തോൽപ്പിച്ച് യുദ്ധത്തെ നിർത്തൽ ചെയ്ത് സൂര്യനെയും ചന്ദ്രനെയും ആമേൻ 2 ഭാഗത്തായി നിർത്തി കടികാരത്തിന്റെ സമയം വരെ മാറ്റിയ ഒരു വ്യക്തിയാണ് യോശുവ. വേറെ ആരേക്കാൾ ശ്രേഷ്ഠനായിരുന്നു യോശുവ. പക്ഷേ യോശുവേക്കാൾ ശ്രേഷ്ഠനാണ് പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവെന്ന് പൗലോസ് പ്രഖ്യാപിക്കുന്നു. ഇന്ന് രാത്രി ഈ പ്രഖ്യാപനം നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഡാമിൽ നിന്ന് വെള്ളം പുറത്തു ചാടുന്നത് പോലെ, ചാടാൻ വെമ്പൽ കൊള്ളുന്നത് പോലെ ആയിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. എങ്ങനെ? മുല്ലപ്പെരിയാറ് പൊട്ടും പൊട്ടും പൊട്ടുമെന്നിങ്ങനെ അകത്ത് കിടന്ന് വെള്ളം പറയാ, ഞാൻ ഇപ്പൊ പൊട്ടുമെന്ന്. ഇതുപോലെ ആയിരിക്കണം നമ്മളുടെ ഹൃദയത്തിനകത്ത് വചനം കിടന്ന് തുടിക്കാൻ. സ്വതന്ത്രം. ആമേൻ. അതാണ് ഈ പുസ്തകത്തിനകത്ത്, എബ്രായ ലേഖനത്തിനകത്ത് എല്ലാ അധ്യായത്തിനകത്ത് നിരത്തിക്കൊണ്ട് വച്ചിരിക്കുക. യേശു കർത്താവ് അല്ലാതെ ഒരു ദൈവം ഇല്ല എന്ന് ആമേൻ പൗലോസ് പ്രഖ്യാപിക്കുക, വെല്ലുവിളിക്കുക. വേറൊരു ദൈവം ഇല്ല. മോശയുടെ പള്ളിയേക്കാൾ എന്റെ കർത്താവിനെ ആരാധിക്കുന്നത് ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞ്, ദാവീദിനേക്കാൾ ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞ് യേശുവിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് പൗലോസ്. ഞാൻ പറയട്ടെ, ഏതൊരു ന്യൂനതയുടെയും മറവിൽ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു വൈകല്യത്തിന്റെ മറവിൽ, ഒരു നിരാശയുടെ മറവിൽ എന്തൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ട്. സ്തോത്രം. ഒരു പരാജയത്തിന്റെ പിന്നിൽ ഒരു വലിയ ദൗത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. മറന്നു പോകരുത്. ഒരു തോൽവിയുടെ പിന്നിൽ ഒരു വലിയ ചലഞ്ചിങ് ഒളിഞ്ഞിരിപ്പുണ്ട്. സ്തോത്രം. ഒരിക്കലും ഒരു പരാജയമില്ലാതെ, ഒരു തോൽവിയില്ലാതെ ആർക്കും ഒരിടത്തും എത്താൻ കഴിയില്ല. സ്തോത്രം. ആമേൻ. നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഒരു പഞ്ചായത്തിൽ എങ്ങനെ ഇതുവരെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും, എനിക്ക് ആദ്യം ഒന്നുമില്ലായിരുന്നു, ആരും സഹകരിച്ചില്ലായിരുന്നു, വർഷങ്ങളെടുത്തു. എല്ലാവരും എന്റെ ഒരേ ധ്രുവത്തിനകത്ത്, ഒരേ ബോക്സിനകത്ത് അവരെ കൈപതിഞ്ഞ പേപ്പറുകൾ വരാൻ കുറെ വർഷങ്ങളെടുത്തു. ഇതുപോലെ ആയിരിക്കണം ജനം. ചിലതൊക്കെ പരാജയപ്പെടുന്നേ. അവിടെ കിടന്ന് നിരാശപ്പെടാതെ മുൻപിലോട്ട് പോണം. മുൻപിലോട്ടാണ് നമ്മുടെ യാത്ര, ബാക്കിലോട്ടല്ല, മുമ്പിലോട്ട്. നമ്മെ വിളിച്ചവൻ വിശ്വസ്തന. മുൻപിലോട്ട് നമ്മൾ യാത്ര ചെയ്താൽ പിൻപിൽ ചിലപ്പോ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതിന്റെ നടുവിലും നമുക്ക് യാത്ര ചെയ്യാം. നമ്മെ ആർക്കും പിടിച്ചടക്കാൻ കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, കടപ്പുറത്ത് വെറുതെ ഒരു പട്ടത്തെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അതിൽ നൂലുണ്ടോ ഇല്ലേ, പട്ടം കിട്ടും ചാട്ടോ ഒരുക്കും, എന്നെ വിടറാ എന്നല്ലേ. എന്താ കാര്യം എന്നറിയാമോ? അതിപ്പോ ആര് കൊണ്ടുപോയാലും എന്നെ വിട് എന്ന് പറയും. കാരണം അതിന് പറക്കണം, അതിന് ജീവനില്ല. പക്ഷെ കാറ്റടിക്കുമ്പോൾ അതിന് ജീവൻ വരും. ഇതുപോലെ ഒരു പേപ്പറിന്റെ പുറത്ത് ഒരു ജീവൻ ഇറങ്ങി വന്നെങ്കിൽ നമ്മളുടെ മേൽ എന്തുമാത്രം ആമേൻ അവസരങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, അല്ലേ? നമുക്ക് എന്തുമാത്രം അവസരങ്ങൾ ദൈവം തരുന്നുണ്ട്. ഏതൊരു ജോലിയുടെ പിന്നിലും ഒരവസരമുണ്ട്, ഒളിഞ്ഞുകിടപ്പുണ്ട്. പക്ഷെ നമ്മളത് പൊക്കിയെടുക്കാൻ പലപ്പോഴും നമ്മൾ വിസമ്മതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഏതൊരു ജോലിയുടെ ഫ്രണ്ടിലും ആമേൻ. ഒരു തയ്യൽക്കാരിയാകട്ടെ, ഒരു തയ്യൽക്കാരി നമുക്കറിയാം, തബീത. അവൾ തയ്ക്കുന്നവളായിരുന്നു, തുണി തയ്ക്കുന്നവളായിരുന്നു. ആമേൻ. അവളടുത്ത് ഏത് തുണി കൊണ്ടുവന്നാലും അവൾ തച്ചു കൊടുക്കും. പക്ഷെ അവൾ മരിച്ചപ്പോഴേ ഈ തുണി കൊണ്ടുവന്ന് തുന്നി വാങ്ങിച്ചുകൊണ്ട് പോയവരെല്ലാം ഭയങ്കര കരച്ചില. എന്താ കാര്യം എന്നറിയാമോ? തുന്നി കൊടുത്തിട്ട് അവൾ പൈസ വാങ്ങിയില്ല. അതിന് പകരം ബൈബിൾ അവരുടെ ഹൃദയത്തിൽ അവൾ കൊടുക്കാനിടയായി. ഇന്ന് രാത്രി മറന്നു പോകരുത്. നമ്മുടെ പിന്നിൽ നിൽക്കുന്നവരെ കണ്ട് നിങ്ങൾ ആമേൻ പേടിക്കണ്ട. അവര് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ഓരോ വാക്കുകളും പിന്നത്തേതിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായിരിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമോ? ഒരു തയ്യൽക്കാരിക്ക് ഒരു ദേശം മുഴുവൻ നേടാൻ കഴിഞ്ഞെങ്കിൽ നമ്മെ ഏൽപ്പിച്ച ജോലി ചെയ്യണ്ടെന്നല്ല,
ജോലി ചെയ്തോളൂ. ആ ജോലി ചെയ്യുന്ന വ്യക്തിക്കും സുവിശേഷം പറയാൻ നമുക്കൊണ്ട് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഒരു പർച്ചേസിന് പോകുമ്പോൾ, ആമേൻ സ്തോത്രം, ആമേൻ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സമയം ഒരാളിനോടെങ്കിലും യേശു ശ്രേഷ്ഠനാണെന്ന് പറയാൻ, അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണെന്ന് പറയാൻ നമ്മുടെ നാവുകൾ ചലിക്കുമെങ്കിൽ, ദൈവവൈതലെ, ഇതിന് മറുപടി തരുന്ന, നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളത് മറന്നു പോകരുത്. സ്തോത്രം. ആമേൻ. അനുഭവത്തോടെ പറയുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചിലതൊക്കെ നമുക്ക് കുറെ നാള് കഴിയും, ചിലതൊക്കെ നമ്മുടെ കയ്യിലൊന്നും ചേരാൻ. ആമേൻ. ഭാരപ്പെടണ്ട കേട്ടോ. കർത്താവ് ആർക്കും കടക്കാരനല്ല. നമ്മൾ ചെയ്യുന്നത് ആരെ വേലയെന്നറിയാമോ? ആ ശ്രേഷ്ഠനായ മഹാപുരോഹിതന്റെ വേലയാണ് നമ്മൾ ചെയ്യുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു നിർത്തട്ടെ, നമ്മുടെ കർത്താവ് ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ആമേൻ. അവന് സഹായിക്കാൻ കഴിയും. അവന് നമ്മെ വീണ്ടെടുക്കാൻ കഴിയും. കാരണം അവൻ വീണ്ടെടുപ്പുകാരൻ. 2, അവന് മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയും. കാരണം അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായവനാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രത്യാശയോട് നമുക്ക് പറയാം, ദൈവമേ, നീ എന്നെ ഏൽപ്പിച്ചത് ചെയ്യാൻ കഴിഞ്ഞില്ല. പലപ്പോഴും ഞാൻ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ തന്നെ എന്റെ മുമ്പിൽ നിന്ന് അവര് മാറിപ്പോകുന്നു. ഭാരപ്പെടണ്ട കേട്ടോ. കവർണ്ണഹൂമിൽ യേശു എന്തോ പറയാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴേ അവിടെ പറയാൻ അനുവദിച്ചില്ല. കർത്താവ് അവിടെ നിന്ന് മാറി. പക്ഷേ പിന്നെ ഒരു വരവ് കർത്താവ് കവർണ്ണഹൂമിൽ വന്നു. ആ വരവ് നിങ്ങൾ എല്ലാവരും കണ്ടതാ. കൂര വരെ പൊളിച്ചു. സ്തോത്രം. ഒരിക്കൽ അവിടെ ചെന്നു, പരാജയപ്പെട്ട് മടങ്ങി. കർത്താവ് അടിയൊരെ കിട്ടേണ്ടതാ, ഒഴിഞ്ഞുപോയി. പിന്നത്തേതിൽ കർത്താവിനെ നോക്കിയിരുന്നു. ഒന്ന് വന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇരുന്ന വീടിന്റെ മേൽക്കൂര വരെ പൊളിച്ച് പക്ഷപാതക്കാരനെ കട്ടിലോടെ ഇറക്കി വച്ച് ആ വാതിൽ പോലെ ഇടമില്ലാതെ ജനം വന്ന് കൂടിയില്ലേ. എന്തെന്നറിയാമോ? ഇതിന്റെ പിന്നിൽ ഒരു ദൈവശക്തി വ്യാപരിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ കൂടെ നമ്മൾ തൽപരരാണെങ്കിൽ നമ്മെ കൊണ്ട് ദൈവം അത്ഭുതങ്ങളെ ചെയ്യിക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും എണീറ്റിരുന്ന് കർത്താവെ കർത്താവെ എന്ന് വിളിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പറഞ്ഞിരിക്കുന്നതിനോട് കുറച്ചുകൂടെ ഒന്ന് അനുസരിപ്പാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, ഞാൻ പറയട്ടെ, നമ്മെ ഏൽപ്പിക്കുന്നത് നമ്മൾ വിശ്വസ്തയോടെ ചെയ്തു കഴിഞ്ഞാൽ, സ്തോത്രം, ഞാന് കോളേജിൽ പഠിച്ചുകൊടുത്തപ്പോ തന്നെ എന്നോട് പറഞ്ഞു, ഷാജി ബ്രദർ രാവിലെ വന്ന് പള്ളി മൊത്തം കഴുകണം, കഴുകിയിട്ടിട്ട് തുടയ്ക്കണം, കസേരയെല്ലാം തുടയ്ക്കണം, ആ ജനാലിലെ മാറാലെല്ലാം അടിച്ച് വൃത്തിയാക്കണം, എല്ലാം ചെയ്യണം. എല്ലാം ചെയ്യാം. കത്രിമേശയുടെ സമയമാകുമ്പോ പറയും, കത്രിമേശക്ക് തുണിയെല്ലാം നല്ലോണം നനച്ച് തേച്ച് കൊണ്ടുവരണം, ഗ്ലാസ് എല്ലാം കഴുകി ഉണക്കണം, തുടയ്ക്കണം, കുറ്റിട്ടൊക്കെ വൃത്തിയാക്കണം. ഇന്ന് ഇത്ര ഗസ്റ്റുകൾ വരികയാണ്. ഓക്കെ, ചെയ്യാം. ആമേൻ. അന്ന് വിഷമിക്കാതെയാണ് ചെയ്തത്, സന്തോഷത്തോടെ ചെയ്തത്. സ്തോത്രം. ആമേൻ. ഇന്ന് അതിന്റെ നന്മകൾ കർത്താവ് തന്നുകൊണ്ടിരിക്കും. ഞാൻ പറയട്ടെ ഒരു കാര്യം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ നിങ്ങൾ നിൽക്കുന്ന സഭയിൽ നിങ്ങൾ ആ സഭയ്ക്കകത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ വരുന്ന പാസ്റ്റർക്കോ ഭാര്യയ്ക്കോ അവിടെ നിന്ന് വിശ്വാസികൾക്കോ പ്രസ്ഥാനത്തിനോ അല്ല ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നത് ആലയത്തിൽ ഇറങ്ങി നിൽക്കുന്ന ശ്രേഷ്ഠ പുരോഹിതനായ സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി നിങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ചെയ്തു നോക്ക്. ഞായറാഴ്ച പോകുമ്പോ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടെ കൊണ്ടുപോയി നോക്ക്, അഭിഷേകത്തിന് വേണ്ടി കൊടുത്തു നോക്ക്. രാവിലെ അവരെണീക്കുന്ന മുമ്പേ പോയി മുറ്റൊക്കെ തൂത്തു നോക്കിയേ, അതിന്റെ മറുപടി സ്വർഗം വച്ചിരിക്കുക. ചെറുതല്ല കേട്ടോ, വലുതാ. സ്തോത്രം. അനുഭവത്തോടെ പറയുന്നേ. ആമേൻ. കർത്താവ് നമ്മെ ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ ഇന്ന് രാത്രി അടയ്ക്കാം. ദൈവം നമ്മുടെ നടുവിൽ